മമതയുടെ ബംഗാളിലെ കാര്യം വലിയ കഷ്ടമാണ്. ഇപ്പോൾ ബംഗാളിൽ മമത ഒരു ജഗന്നാഥ ക്ഷേത്രമുണ്ടാക്കി. പുരിയിലെ, ഒഡീഷയിലെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ്. അവിടെ കൊടുക്കുന്ന പ്രസാദം ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളാണ്. അതോടൊപ്പം തന്നെ അതിനോട് തൊട്ടടുത്ത് ഈ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്ന മമത 629 വർഷം പഴക്കമുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിലെ രഥഘോഷയാത്ര തടഞ്ഞിരിക്കുന്നു മാൾഡ ജില്ലയിൽ. അപ്പോൾ ഇപ്പുറത്ത് ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ജഗന്നാഥ ക്ഷേത്രം ഉണ്ടാക്കുന്നു ദിഗയിൽ. എന്നിട്ട് ഇവിടെ 629 വർഷം, ഒരുപക്ഷെ മുഗളന്മാരും ബാബറും ഒക്കെ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പുള്ള കാലം മുതൽ തുടരുന്ന ആഘോഷം തടയുന്നു. ഇതാണ് മമതയുടെ ബംഗാൾ. അതോടൊപ്പം നമ്മൾ RG കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ക്രൂരമായ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ പീഡനവും കൊലപാതകവും കണ്ടു. സമാനമായ സംഭവങ്ങളും ബംഗാളിൽ ആവർത്തിക്കുന്നു. ഹിന്ദുക്കൾക്ക് രക്ഷയില്ല, സ്ത്രീകൾക്കും രക്ഷയില്ല. ഇതിപ്പോൾ ഒരു ലോ കോളേജ്, മറ്റത് മെഡിക്കലായിരുന്നു. ഇത് ലോ കോളേജിലെ ആദ്യ വർഷ വിദ്യാർത്ഥിനി ബലാത്സംഗം ചെയ്യപ്പെട്ട സംഭവമാണ് വന്നിരിക്കുന്നത്. FIRൽ ആ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നതൊക്കെ ഭീകരമാണ് കാര്യങ്ങൾ. ഭാഗ്യത്തിന് ആ കുട്ടിയെ കൊന്നില്ല. മുഖ്യപ്രതി മറ്റേ തൃണമൂൽ TMCയുടെ ആണല്ലോ, യുവജന വിഭാഗത്തിൽപ്പെട്ട ഈ കോളേജിൽ തന്നെ പഠിച്ചിരുന്ന, ഇപ്പൊ ഈ കോളേജിൽ സ്റ്റാഫായിട്ടുള്ള ഒരുത്തനാണ് മുഖ്യപ്രതി. അപ്പോൾ വീണ്ടും തൃണമൂൽ ഭാഗഭാക്കായ ഒരു ഭീകര കേസ് അവിടെ നിന്ന് വന്നിരിക്കുന്നു. അപ്പോൾ വെള്ളിയാഴ്ച 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 പേര് ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൗത്ത് കൽക്കട്ട ലോ കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത്. 2 പേര് വിദ്യാർത്ഥികൾ, 3-ാമത്തെ ആൾ മുൻ വിദ്യാർത്ഥി. അതാണ് തൃണമൂലിൻ്റെ ആ കോളേജിലെ യുവജനവിഭാഗം സെക്രട്ടറി ആയിരുന്ന ആളെന്ന് പറയുന്നത്. 26-ാം തീയതി FIR ഇട്ടു. ഒരു ദിവസത്തിന് ശേഷം RG കാർ കേസിൽ അതൊക്കെ വലിയ കുഴപ്പം പിടിച്ചതായിരുന്നു. സുപ്രീം കോടതിയിൽ പ്രൊസീജിയർ നടന്നില്ല. അപ്പോൾ ഈ അതിജീവിത വൈകുന്നേരം 4 മണിക്ക് ക്യാമ്പസിൽ ചെന്നിരുന്നു. ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ കുട്ടിയോട് കുറച്ച് നേരം സംസാരിക്കാനുണ്ട്, കുറച്ച് നേരം എനിക്ക് വേണ്ടി ചെലവാക്കാമോ എന്ന് ഇയാൾ ചോദിച്ചിട്ടാണ് ഈ കൂട്ടബലാത്സംഗത്തിന് വിധേയയാക്കുന്നത്. അപ്പോൾ വൈദ്യപരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്, കൂട്ടബലാത്സംഗം തെളിഞ്ഞിട്ടുണ്ട്. ഫോഴ്സ്ഫുൾ പെനട്രേഷൻ, പിന്നെ കടിച്ച പാടുകൾ, നഖത്തിൻ്റെ പാടുകളൊക്കെ ശരീരത്തിലുണ്ട്. മനോജിത് മിശ്ര എന്ന് പറയുന്ന ആളാണ് ഈ തൃണമൂലിൻ്റെ നേതാവ്. അയാൾക്ക് 31 വയസ്സ്, അയാൾ സ്റ്റാഫ്. സൈബ് അഹമ്മദ് 19 വയസ്സ്. പ്രമിത് മുഖർജി 20 വയസ്സ്. അതാണ് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ. അപ്പോൾ 4 മണിക്ക് ചെന്നിട്ട് വൈകുന്നേരം 6:10 വരെ കാര്യങ്ങളൊക്കെ നോർമലായിരുന്നു എന്ന് ഈ അതിജീവിത പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർ പോകാൻ ഒരുങ്ങിയപ്പോൾ ഈ മുഖ്യപ്രതി ഈ അതിജീവിതയുടെ അടുത്ത് വന്നിട്ട് കുറച്ച് നേരം കൂടി നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യൂണിയൻ റൂം എന്നാണ് പറയുന്നത്. അത് അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ്റെ ആയിരിക്കും, TMC ആയിരിക്കും. അതെ, ഇവിടെ SFIക്കാർ ഈ കുട്ടികളുടെ മുറി എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് പല കോളേജിലും വാളും വടിവാളും ഒക്കെ സൂക്ഷിക്കില്ലേ, അതുപോലത്തെ മുറിയായിരിക്കും അത്. അപ്പോൾ ആ മുറിയുടെ പുറത്തേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് 7:30 വരെ ആണ് ഇത് ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, അയാൾ പറഞ്ഞു എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർ പോയി, നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമാണ്, കണ്ട ആദ്യ ദിവസം മുതൽ താല്പര്യം തോന്നി എന്നൊക്കെ ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവര് വിസമ്മതിച്ചിട്ട് ബാഗ് പാക്ക് ചെയ്തു, സാധനങ്ങളൊക്കെ എടുത്ത് പുസ്തകങ്ങളൊക്കെ എടുത്തിട്ടിട്ട്. അപ്പോൾ ഈ പ്രതി മറ്റ് 2 പേരോടും മുറി പൂട്ടാൻ പറഞ്ഞു. എന്നിട്ട് ആ 2 പിള്ളേരോടും പൂട്ടാൻ പറഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ ഇത് നടന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വാഷ്റൂമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പലതവണ അപേക്ഷിച്ചു, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പെൺകുട്ടി പറയുകയാണ്, അതിജീവിത, ഞാൻ അയാളുടെ കാൽക്കൽ വീണു.
ഞാൻ പറഞ്ഞതൊന്നും അയാൾ കേട്ടില്ല, എന്നെ വിട്ടുമില്ല. മറ്റു 2 പേരോടും ഗാർഡ് റൂമിൽ പോയിട്ട് പുറത്ത് കാവൽ നിൽക്കാനായിട്ട് ഇയാൾ പറഞ്ഞു. എന്നിട്ട് ഭീഷണിപ്പെടുത്തി തല്ലി. എന്നിട്ടാണ് ഇയാൾ ബലാത്സംഗം ചെയ്തത്. എന്നിട്ട് നിശബ്ദയായിട്ടിരിക്കാനായിട്ട് പറഞ്ഞു. ഇത് ചിത്രീകരിച്ചു, ഇത് റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്ത് വീഡിയോസ് ഈ ഭാഗങ്ങൾ കാണിച്ചു. ഇത് ഞാൻ ആരോടെങ്കിലും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുഴുവൻ പരസ്യപ്പെടുത്തും എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടിയുടെ അതിജീവിതയുടെ ബോയ് ഫ്രണ്ടിനെ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തി. മാതാപിതാക്കളെ അതിജീവിതയുടെ അറസ്റ്റ് ചെയ്യിക്കും, അതിനൊക്കെയുള്ള രാഷ്ട്രീയ സ്വാധീനമൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞു. ഇതിനുശേഷം ഈ ഫുട്ടേജ് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് പറഞ്ഞു. 2 വീഡിയോകളിൽ ഈ അതിജീവിതം നഗ്നയായിട്ട് ഉണ്ടായിരുന്നു ഈ കാണിച്ചു കൊടുത്തതിൽ. ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരണം എന്നും പറഞ്ഞു. എന്നിട്ട് തുടർന്ന് മറ്റ് 2 പേരും കൂട്ടബലാത്സംഗമാണല്ലോ, ഹോക്കി സ്റ്റിക്ക് കൊണ്ട് അടിക്കാനായിട്ട് ശ്രമം നടത്തി. ഇതിനൊക്കെ ശേഷം പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ജഡം നടക്കുന്നത് പോലെയാണ് നടന്നു പോയത് എന്ന് ഈ കുട്ടിയുടെ മൊഴിയിൽ ഈ കുട്ടി പറഞ്ഞിട്ടുണ്ട്. അതിജീവിത രാത്രി 10:05 വരെ അവിടെ ഉണ്ടായിരുന്നു. 10:05 ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിലും പറഞ്ഞു ആരോടും പറയരുത് എന്ന് പറഞ്ഞു. ഈ കോളേജിൻ്റെ താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഈ സംഭവമൊക്കെ നടന്ന മുറി. രാത്രി തന്നെ അച്ഛനോടും അമ്മയോടും ഈ കുട്ടി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത ദിവസം പോലീസിൽ പരാതിയും കൊടുത്തു. ഈ ഫോണൊക്കെ പിടിച്ചു മേടിച്ചിട്ടുണ്ട് പ്രതിയുടെ കയ്യിൽ നിന്ന്. മനോജ് മിശ്രയെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇന്നലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാമാർ ഹാട്ടിയിൽ നിന്നുള്ള MLA അവിടെ ഒരു യോഗത്തിൽ പറഞ്ഞു, ഈ പെൺകുട്ടി ആ സമയത്ത് കോളേജിൽ പോയില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ല. അത് ശരി. കൂടെ 2 പേരെ കൂട്ടുകാരികളെയോ മറ്റോ കൂട്ടിക്കൊണ്ടു പോകണമായിരുന്നു. ഇത് നടക്കില്ല. വൈകുന്നേരം അത് പണ്ട് പറഞ്ഞ പോലെ ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം എന്ന് ചോദിച്ചതുപോലെയാണ് ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ടല്ലോ. ഏതായാലും 4 മണിക്കാണ് കോളേജിൽ പോയത്. സോമൻ ഒരു സിനിമയിൽ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നില്ലേ, ഉറക്കമായിരുന്നില്ലേ, ചോദിക്കുന്നില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഇവൻ മറ്റേ യുവാവ് വിങ്ങാണല്ലോ. അപ്പൊ മൂത്ത വിങ്ങുകാരനാണ് ഇപ്പൊ പറഞ്ഞത്. സപ്പോർട്ടുമായിട്ട് വന്നതാണ് കാമാർ ഹാട്ടി MLA മദൻ മിത്ര പറഞ്ഞിരിക്കുന്നത്. ഈ കല്യാൺ ബാനർജി മൂത്ത TMC MP അയാളും പറഞ്ഞു, എല്ലാ കോളേജുകളിലും ഒന്നും പോലീസുകാരെ കാവലിനിടാൻ ഞങ്ങൾക്ക് പറ്റില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നിരിക്കുന്നു കല്യാൺ ബാനർജിയും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബംഗാൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി ഏതാണ്ട് 1 വർഷം കൂടിയേ ഉള്ളൂ. മമത വല്ലാത്ത ഭീതിയിലുമാണ്. ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2003 ശേഷമുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളുകളുടെ നാഷണാലിറ്റി പൗരത്വം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്താൻ പോകുന്നു. മമത വരണ്ടിരിക്കുക. ബീഹാർ ഇലക്ഷൻ്റെ കാര്യത്തിൽ പോലും ഇപ്പോൾ ഇല്ലാത്ത ആകുലത. അവിടെ ഈ പറഞ്ഞപ്പോഴാണ് ഒരു പാകിസ്ഥാൻ പൗരൻ അവിടെ 2 തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഒരു ബംഗ്ലാദേശ് പൗരനും വോട്ട് ചെയ്തു, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇഷ്ടം പോലെ കാണും. അതെ അതെ. അപ്പം വല്ലാതെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. RG കാർ ആശുപത്രിയുടെ കാര്യത്തിൽ ആ വലിയ പ്രക്ഷോഭമായി, ജനകീയ പ്രക്ഷോഭമായി. പക്ഷേ ബംഗാളിൽ അതൊരു പക്ഷേ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മമതയുടെ പരാജയത്തിൽ കാരണമാകും, കലാശിക്കുമെന്നൊക്കെ കരുതി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിക്കാത്തതിന് കാരണം ജനങ്ങളല്ല, അവിടുത്തെ പൗരന്മാരല്ല, ഇന്ത്യയുടെ പൗരന്മാരല്ല, ബംഗാളികളല്ല ബംഗാളിൽ വോട്ട് ചെയ്യുന്നത്. ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്ത് വലിയ തോതിൽ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള കാര്യങ്ങളൊക്കെ CPMൻ്റെ കാലം മുതലേ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ CPM ഉണ്ടാക്കി വെച്ചതിൻ്റെ ആ അനധികൃത നുഴഞ്ഞുകയറ്റക്കാരുടെ വോട്ടർമാരുടെ കസ്റ്റോഡിയൻ ഇപ്പോൾ മമതയാണ്. അതുകൊണ്ട് ബംഗാളിൽ എന്തു നടന്നാലും തനിക്കൊന്നും ഭയപ്പെടാനില്ല എന്നുള്ള ഒരു വിചാരമാണ് മമതയ്ക്കുള്ളത്. പക്ഷെ അതിനിപ്പോൾ ഒരു മാറ്റം വരാൻ പോവുകയാണ്. ബീഹാറിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന 2003 ശേഷമുള്ള വോട്ടർ പട്ടികയിലെ ആളുകളുടെ
നിജസ്ഥിതി പരിശോധിക്കാൻ ബംഗാളിലും കൂടെ തീരുമാനിച്ചാൽ ഈ മമതാ ബാനർജിയുടെ ഭരണം ബംഗാളിൽ തീരുമാനിച്ചിട്ട് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന കമ്മീഷനോട് പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പൊ ഈ 2 റിപ്പോർട്ടുകൾ വന്നത്. പാകിസ്ഥാൻ പൗരനെയും പിടിച്ചതും ബംഗ്ലാദേശ് പൗരനെയും. ആ ബംഗ്ലാദേശ് പൗരനെ പിടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി പ്രക്ഷോഭ കാലത്ത് ബംഗ്ലാദേശ് ധാക്കയിൽ നിന്ന് വന്ന ഒരു ചിത്രത്തിൽ അയാളുണ്ട്. അല്ല, ബംഗ്ലാദേശി ആയിട്ടുള്ള പൗരയായിട്ടുള്ള ഒരു സ്ത്രീ ബംഗാളിൽ MLA ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവരെ മന്ത്രിയാക്കാൻ വരെ ആലോചിച്ചതാണ്. അപ്പോഴാണ് പക്ഷെ അവർ തോറ്റുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിറ്റേ തവണത്തെ ഇലക്ഷനിൽ അവർ കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റുപോയപ്പോൾ അവർ ഇലക്ഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി ചെന്നു. അപ്പോഴാണ് ഹൈക്കോടതി പരിശോധിച്ചപ്പോൾ അവർക്ക് വടി കൊടുത്ത് അടിമേടിച്ച പോലെ അവരുടെ പൗരത്വം അസാധുവാക്കപ്പെട്ടു. കാരണം അവർ ഇന്ത്യൻ പൗരയല്ല എന്ന് തെളിയിക്കപ്പെട്ടു. അവിടെ എത്രയോ വർഷങ്ങൾ താമസിക്കുന്ന ആളുകളെയൊക്കെ അല്ലേ കൊലപാതകത്തിനൊക്കെ പിന്നീട് പിടികൂടുന്നതൊക്കെ. അപ്പൊ ഈ വോട്ടർ പട്ടിക മുഴുവൻ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം കേന്ദ്ര കമ്മീഷൻ നടത്തുന്നുണ്ട്. അപ്പോഴേ ശരിയാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.